നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ബീട്രൂട്ട് കിച്ചടിയാണ്. ഇന്നലെ ഞാനൊരു പൈനാപ്പിൾ പച്ചടിയായിരുന്നു ഉണ്ടാക്കിയത്, മധുര പച്ചടി. അതെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ബീട്രൂട്ട് കിച്ചടി അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ ബീട്രൂട്ട് കിച്ചടി. ഞാൻ 2 ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതുണ്ടാക്കാൻ ഈസിയാണ്. ആദ്യം നമ്മൾ ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് ഈ ബീട്രൂട്ട് ഒരു പാത്രത്തിലാക്കി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് ചേർക്കണം, മുഴുവനായിട്ടും ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വേവിക്കാം. ഉപ്പ് ചേർക്കാം. എന്നിട്ട് ഇളക്കിയിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഒരുപാട് വേവൊന്നുമില്ല, പെട്ടെന്ന് വേവും. ഒരു 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 4 പച്ചമുളക് ചേർക്കുന്നു. പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇത് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കാം. നന്നായി അരച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3/4 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്, കട്ട തൈര്. പിന്നെ താളിക്കാനുള്ള കടുകും കറിവേപ്പിലയും കായ്മുളകും. ഇത്രയും ചേരുവകൾ മതിയാവും. നമ്മുടെ അടുപ്പിൽ വെച്ച ബീട്രൂട്ട് വെന്തോന്ന് നോക്കാം. നന്നായിട്ട് ഇളക്കി, വെള്ളം വറ്റിയിട്ടില്ല, ഒന്നുകൂടെ ഒന്ന് വേവാനുണ്ട്. ഒന്നുകൂടെ നമുക്ക് അടച്ച് വെച്ച് വെള്ളം വറ്റിച്ച് വേവിച്ചെടുക്കാം. വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച തേങ്ങ, നല്ല പേസ്റ്റ് പോലെ അരച്ച തേങ്ങ ഉണ്ടല്ലോ, അത് നമ്മളിതിൽ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നന്നായി ഇളക്കി ചേർക്കുക. കുറച്ച് കട്ടിയാണ്, കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. ഒന്നുകൂടെ നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് തൈര് ചേർക്കാം. തൈരൊന്ന് സ്പൂൺ കൊണ്ട് ഉടച്ചിട്ട് വേണം ചേർക്കാൻ. തൈരും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി ചേർക്കണം. ബീട്രൂട്ടും തേങ്ങയും തൈരും എല്ലാം കൂടി നന്നായിട്ട് ചേർന്ന് വരണം. തീ ഓഫ് ചെയ്യണം കേട്ടോ. തീ ഓഫ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ബീട്രൂട്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷം തീ ഓഫ് ചെയ്യണം. എന്നിട്ട് നമുക്കിതെല്ലാം ഇതിലേക്ക് ചേർക്കാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിൽ ചേർക്കണം. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർക്കുക. മല്ലിയിലയും എല്ലാം കൂടി ചേർത്ത് യോജിപ്പിച്ചിട്ട് നമുക്കിതിലേക്ക് കടുകും കറിവേപ്പിലയും കായ്മുളകും താളിച്ചൊഴിക്കണം. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. സദ്യയുടെ വിഭവങ്ങൾക്കെല്ലാം നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുക. വെളിച്ചെണ്ണയാണ് ടേസ്റ്റ്. അപ്പോൾ കടുകും കറിവേപ്പിലയും കായ്മുളകും കൂടി നന്നായിട്ട് മൂപ്പിച്ച് ഇതിലൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ട് കിച്ചടി റെഡിയായി. നല്ല ടേസ്റ്റാണ്. സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് കിച്ചടി റെഡിയായി. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത റെസിപ്പിയുമായി അടുത്ത ദിവസം തന്നെ ഒരു സ്പെഷ്യൽ സദ്യ റെസിപ്പിയുമായിട്ട് വരാം. ഓക്കെ, അതുവരെ എല്ലാവർക്കും എൻ്റെ താങ്ക്സ്.